ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പത്തനംതിട്ട ജില്ലയിലെ കൂടൽ എന്ന പ്രദേശത്ത് പ്രകൃതി ഭംഗി നിറഞ്ഞ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ആരാധനാ കേന്ദ്രമാണ് മുട്ടപ്പാറ മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മഹാദേവനാണ്. മലമുകളിലുള്ള ക്ഷേത്രമായതിന് ഇവിടെ എത്തുമ്പോൾ തന്നെ പ്രകൃതിയുടെ മനോഹാരിതയും ശാന്തമായ അന്തരീക്ഷവും നമുക്ക് അനുഭവിക്കാൻ പറ്റും. ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളും പൂക്കളും മനോഹരമായ കാഴ്ചകളും കാണാൻ സാധിക്കും. തിരക്കുകളിൽ നിന്നൊക്കെ മാറി ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ കുറച്ചു നേരം ചെലവഴിക്കാനും ഭക്തരൊക്കെ ഇവിടെ എത്താറുണ്ട്. മഹാദേവനെ ആരാധിക്കുന്ന ഭക്തരെ ആത്മീയമായ അനുഭവം നൽകുന്ന ഈ ക്ഷേത്രം കൂടുതൽ പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗിയോടും പ്രാദേശിക വിശ്വാസങ്ങളോടും ചേർന്ന് നിൽക്കുന്നു. മലമുകളിൽ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് കാണാൻ കഴിയുന്നതിനാൽ മുട്ടപ്പാറ മഹാദേവ ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നൽകുന്നത്. ഈ കൂടൽ പ്രദേശത്ത് എത്തുന്നവർക്ക് പ്രകൃതിയെയും ആത്മീയതയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഈ മനോഹരമായ സ്ഥലത്ത് ഒരിക്കലെത്തി മഹാദേവനെ നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്കിവിടെ വരണമെന്നുള്ള ഒരു തോന്നലുണ്ടാകും. അത്രയ്ക്ക് ശക്തിയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ശക്തിയില്ലെന്നല്ല, എന്നാലും ഇവിടുത്തെ ആളുകൾ അത്രത്തോളം ഭഗവാനുമായിട്ട് അത്രത്തോളം അറ്റാച്ചാണ്. ഇതവിടെ കാണേണ്ട ഒരു ഇതാണ് കേട്ടോ. എന്തോ ഒരു ഔഷധ സസ്യമാണെന്ന് തോന്നുന്നു, അതേപോലൊക്കെ എന്തോ. പിന്നെ ഓണമായപ്പോഴത്തേക്ക് ഇഷ്ടം പോലൊക്കെ ഓണപ്പക്കികളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ മയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ മയിലുകൾ. ഞങ്ങൾ വന്നപ്പം തന്നെ ഇവിടെ 3 മയിലിനെ കണ്ടു. മലയുടെ ഏറ്റവും മുകളിലായിട്ടാണ്. നല്ല ഒരു അന്തരീക്ഷമാണ്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നല്ല ഒരു മഴയും ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കുറേ ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്തോ വലിയ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ അറിയാം. ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണും. എന്തോ നല്ല ഒരു മണമൊക്കെ അവിടെ. പിന്നെ ഇവിടുത്തെ ആളുകൾക്കൊക്കെ അത്രത്തോളം വിശ്വാസമാണ്. ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഈ ഒരു അരുവി കണ്ടോ, ഇത് എത്ര വേനൽ സമയമാണെങ്കിലും ഇവിടെ എന്തായാലും ചെറിയ വെള്ളമൊക്കെ കാണും എന്തുമായാലും. അത്രത്തോളം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം പ്രകൃതിയോട് ഇഴുകി ചേർന്നിരിക്കുന്ന അത്രത്തോളം നല്ല മനോഹരമായ സ്ഥലമാണിത്. ഞങ്ങളൊരു ഇച്ചിരി താമസിച്ച 10 മണിയൊക്കെ ആയി ഇവിടെ വന്നപ്പം തന്നെ. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴേ ഒരു മയിലിനെ കണ്ടായിരുന്നു. ഇഷ്ടം പോലൊക്കെ മയിലുകളുണ്ട് ഇവിടെ. അപ്പുറത്ത് വശത്തായിട്ട് വേറെ ഒരു ക്ഷേത്രമുണ്ട്, കൈലാസക്കുന്നെന്ന് പറഞ്ഞൊരു ക്ഷേത്രം. ഇത് പ്ലാന്റേഷന് ഉള്ളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ പിന്നെ വിളക്കൊക്കെ കത്തിച്ചു. ഇവിടെ എല്ലാവരും വരുന്നവരൊക്കെ മുറുക്കാൻ വെക്കാറുണ്ട്. അപ്പൂപ്പന് ഏറ്റവും ഇഷ്ടം മുറുക്കാനൊക്കെ വെക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഒരു കുപ്പിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു മയിൽ, മഴയൊക്കെ കഴിഞ്ഞ ഒരു സമയത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ വന്നത്. അന്നേരത്തേക്ക് ഇഷ്ടംപോലെ മയിലുകളുടെ നല്ല രസമാണ് ഇവിടെ. സർവ്വസമയവും മയിലുകളുടെ കരച്ചിലുകളും പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നു കഴിയുമ്പോഴേ തന്നെ. എപ്പം നമ്മളിവിടെ വന്നെന്ന് പറഞ്ഞാലും ഒരു മയിലിനെയെങ്കിലും കാണാതിരിക്കത്തില്ല. കാരണം ഇവിടെ ഇഷ്ടംപോലെ മയിലുകളൊക്കെ ഉണ്ട്. ഇത് റബ്ബറൊക്കെ വെട്ടുമ്പോൾ പ്ലാന്റേഷൻ്റെ ആൾക്കാരൊക്കെ വരുമ്പോഴും അവർ ഫുഡ് കൊടുക്കുകയും നല്ലൊരു ഇതാണ്. അവരുമായിട്ടൊക്കെ നല്ല ഒരു ഇണക്കമാണ്. ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്നതായത് അത് പേടിച്ച് ഓടി. ഇതൊരു ആൺമയിലാണ്. കുണ്ടിൻ കുലുക്കി ഓടിപ്പോകുന്ന പോക്ക് കണ്ടില്ല. നല്ലൊരു രസമാണ് ഇവിടെ. കുറേ നേരം നമുക്കിവിടെ ഇരുന്ന് കഴിഞ്ഞാലും മടുപ്പുണ്ടാകത്തില്ല. കാരണം അത്ര രസമാണ് ഇവിടെ. അതങ്ങ് ഓടിപ്പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അങ്ങ് പോയി. അന്നേരം ഇവിടെ അടുത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു മയിൽ പറന്നു പോയത് കണ്ടോ. കണ്ടോ, പറന്നു പോയത് കണ്ടോ. അതവിടെ പാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്കിവിടെ വരാൻ പറ്റും. ഞങ്ങൾ പിന്നെയും കുറേ നേരം ഇരുന്നപ്പോഴത്തേക്ക് പിന്നെയും ഒരു മഴ പെയ്തു. അപ്പോഴത്തേക്ക് വേറെ മയിലുകളൊക്കെ മഴ നനയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞങ്ങളിവിടെ നിന്നിരിക്കുന്നതുകൊണ്ട് അത് അതിൻ്റെ പാട്ടിന് പോയി. ഇവിടെ നാഗരാജാവാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ കണ്ടോ ഒരു മയിൽ.
ഇവിടെ 4 സൈഡിലും മയിലിൻ്റെ ബഹളമാണ്. നല്ലൊരു രസമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ വന്ന സമയത്ത് ഇത്രയും മയിലിനെ 1-2 മയിലിനെ കാണും. ഇന്ന് 3-4 മയിലിനെ കണ്ടു. ഇതാ കണ്ടോ, അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. നല്ലൊരു രസമാണ്. നമ്മൾ താഴെ നിൽക്കുമ്പോൾ ആ പീലിയൊക്കെ ഇങ്ങോട്ട് കിടക്കുന്നതൊക്കെ കാണുകഴിഞ്ഞാൽ നല്ലൊരു രസമാണ്. അത്രത്തോളം പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം. ഒരുപാട് ആൾക്കാർക്ക്, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, എന്നാലും ദൂരെയുള്ള ആൾക്കാർക്കൊന്നും ഈ ഒരു ക്ഷേത്രം ഇവിടെ ഉള്ളതൊന്നും ആർക്കും അങ്ങനെ അറിയത്തില്ല. മയിലിൻ്റെയൊക്കെ ഒരു രാത്രിയാകുമ്പോഴത്തേക്ക് പന്നിയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലൊക്കെ പന്നിയുണ്ട്. അത് അവിടുന്ന് അങ്ങ് പറന്നുപോയി. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് നമ്മളോടൊന്നും അത്ര ഇണക്കമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് പിന്നെ താഴോട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഇതാ കണ്ടോ, അവിടെ ഉണ്ടൊരു മയിൽ. മഴ സമയത്തും മഴക്കോളൊക്കെ ഉള്ള സമയത്ത്, മഴ കഴിയുന്ന ഒരു സമയത്ത്, വെയിലുള്ള സമയത്ത് അങ്ങനെ അങ്ങ് ഇറങ്ങത്തില്ല. ഇതാ കണ്ടോ, ഇതൊരു അപ്പുപ്പന്താടി പൂവാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇഷ്ടം പോലൊക്കെ പല വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ചില പൂക്കളൊക്കെ നമ്മുടെ തൊടിയിലാണേലും ഒക്കെ ഉള്ളതാണ്. നമ്മൾ ഗാർഡനൊക്കെ ഉണ്ടൊക്കെ നടുന്നതാണ്. ഇവിടെ എല്ലാം കണ്ടില്ലയോ, പൈനാപ്പിൾ കൃഷിയാണ് ഇപ്പോൾ ഇവിടെ എല്ലാം. ഇത് കണ്ടോ, നല്ലൊരു ചെടി. അതൊക്കെ നമ്മൾ വീട്ടിലൊക്കെ നടുന്ന ഒരു ചെടിയാണ്. ആ ഭാഗമാണ് പത്തനംതിട്ട. ഇതാ കണ്ടോ, ഇതൊരു അപ്പുപ്പന്താടി ചെടി പോലൊക്കെ. ഈ ചെടി രണ്ടും ഇവിടെ ഇഷ്ടം പോലൊക്കെ ഉണ്ട്. ഇനി ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു രസമാണ്. ഇഷ്ടം പോലെ പൂക്കളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇതാ പറന്ന് പോകുന്നുണ്ട് അപ്പുപ്പന്താടി പോലൊക്കെ. അവിടെയാണ് പത്തനംതിട്ട. ആ ഭാഗത്താണ് കോന്നി മെഡിക്കൽ കോളേജ്. ഇപ്പം മഞ്ഞ് മൂടി കിടക്കുകയാണ്, നന്നായിട്ട് കാണാൻ പറ്റാത്തത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ.